ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളും മുഅ്മിനീങ്ങളും ആമീൻ പറയും. അവിടെയാ പവർ. അങ്ങനെ ഇതായിരുന്നു. അൽഹംദുലില്ലാഹ് കുറഞ്ഞ സമയം കൊണ്ട് വിട്ടു എന്ന് പറഞ്ഞ വിവരം കിട്ടി. ആഫ്രിക്കയിൽ നിന്ന് കാണാൻ വരണം, സിറാജുലേക്ക് നേർച്ചയാക്കിയിട്ടുണ്ട്, നേർച്ച പൈസ തരണം എന്നിട്ട് അവർ വിളിച്ചിട്ട് കൊല്ലൊരു ഏകദേശം ഒന്നായി. ഇതുവരെ പോകാൻ നേരം കിട്ടിയിട്ടില്ല. പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് അല്ലാഹു ദുആക്കുത്തൽ അങ്ങനത്തെ എത്ര 1, 2, 3 ഒന്നല്ല. ഇന്ന് നൃത്തത്തിൽ കുറെ നിങ്ങളിപ്പോഴത്തെ മോമിനിങ്ങൾ ആമീൻ പറഞ്ഞിട്ടുള്ള ദുആക്കുത്തരം തന്നത് എനിക്കിപ്പോൾ പറയാൻ 100 കണക്കിന് ഞാൻ പറഞ്ഞുതരാം. മോമിനിങ്ങൾ ദുആക്കുത്തരം തരും അല്ലാഹു തആല. എത്ര ആളുകളാ 40 ആൾ ഒരുമിച്ച് കൂടിയാൽ ഒരു വലിയന്റെ സ്ഥാനാണെന്ന് പറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് 40 ആൾ വേണമെന്ന് പറഞ്ഞു. ഇതെത്ര 400 ആള്, അതിൽ കൂടുതലില്ലേ, 4000 ആള്. അപ്പൊ അല്ലാഹു തആല നമുക്ക് ഉത്തരം തരും. ഉറപ്പിച്ചിട്ട് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുവേ ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം തരണം റഹ്മാനേ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്ക് എല്ലാ മഹാന്മാരുടെ ഹളറത്തിലേക്കും ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ ഹളറത്തിലേക്ക് പ്രത്യേകിച്ചും. കാരണം ഞാൻ ഈ തരീഖത്ത് പഴച്ചു പോയ തരീഖത്തിനെ പറ്റി പ്രസംഗിക്കുമ്പോൾ അങ്ങനെ പറയല്ലേ, ഒരു സിഹർ ചെയ്ത് കൊന്നാളിയും സിഹർ ചെയ്ത് കൊന്നാലും വലിയ സിഹറാണ്. അത് ശരി, അങ്ങനെ ചെയ്താനെ പേടിച്ചിട്ട് മലക്കുകൾ വെറുതെ തിരിക്കാനാ. വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദ് വകാന അല്ലാഹു അലീമൻ ഹകീമാ. അല്ലാഹുവിന് ആകാശങ്ങളിലും ഭൂമികളിലും സൈന്യങ്ങളുണ്ട്. വകാന അല്ലാഹു അസീസൻ ഹകീമാ എന്ന് വേറൊരു ആയത്തുണ്ട്. അല്ലാഹു ഇസ്സത്തുള്ളവനും ഹിക്മത്തുള്ളവനാ. ആ അല്ലാഹുവിന്റെ സൈന്യങ്ങൾ, ആ മലക്കുകൾ, ആ മലക്കുകൾ കാവലിനുണ്ടാവും. മഹാത്മാക്കൾ കാവലിനുണ്ടാവും. മുഹീദ്ദീൻ കാലത്ത് പല കാലത്തരിക്കത്തേരുണ്ടായിരുന്നു. അവർക്കെതിരെ മുഹീദ്ദീൻ ശൈഖ് സംസാരിച്ചപ്പോ മുഹീദ്ദീൻ ശൈഖ് പറയണ എന്നെക്കൊള്ള വല്ലാത്ത എതിർപ്പ്. അങ്ങനെ ആ കബളിപ്പിക്കുന്ന കക്ഷികൾക്കെതിരെ ശക്തമായി പോരാടിയപ്പോൾ ഞാൻ കാവലിന് വേണ്ടി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ കൊണ്ട് ഞാൻ കാവൽ തേടി. ഞാൻ പല സ്ഥലത്തൊന്നും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ സിഹർ ചെയ്യൂന്ന് പേടിച്ചിട്ട് അള്ളാന്റെ ദീന് മൂടി വെക്കുമെന്നോ മറച്ചു വെക്കുമെന്നോ ഒരാളും ധരിക്കേണ്ടതില്ല. പക്ഷേ സിഹർ ചെയ്തവന് തിരിച്ചു പറ്റിയിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് പറ്റിപ്പോയി എന്ന് പറയണ്ട. അതുകൊണ്ട് എനിക്ക് അനുഭവം. അതുകൊണ്ട് എനിക്ക് അനുഭവം. അവസാനെല്ലാം കൂടി തരീഖത്തിന്റെ ശൈഖ് കൊടുത്ത സിൽസില അടക്കം എന്നെ ഏൽപ്പിച്ചതും എന്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അനുഭവം. ഇപ്പൊ ഞാനതിലേക്ക് കിടക്കത്തില്ല. ഒരു ചങ്ങാതി ഞാൻ മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്തുനിന്ന് സലാത്തി ചൊല്ലിയിട്ട് പിരിവെടുക്കുകയാണ്. നമ്മുടെ വെളിയ മുഹമ്മദ് ഫൈസിന്റെ നാട്ടിന്റെ അടുത്തുനിന്നാ പിരിവെടുക്കുകയാണ്. അപ്പൊ അടുത്തോണ്ടിരിക്കുമ്പോൾ എന്റെ കൈമെന്ന് വല്ലാത്ത പുകച്ചല്. ഞാൻ കൈ ഇങ്ങനെ കുടഞ്ഞ്. അപ്പൊ ഹബീബ് തങ്ങൾ കൊണ്ട് വെള്ളം മന്ത്രിപ്പിച്ചു വെച്ച് വല്ലാത്ത പോച്ചല്. എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ്. സലാത്തിൽ ഇങ്ങനെ പൈസ വാങ്ങുന്നില്ല ഇടക്കാം. അപ്പോ ഞാൻ വല്ലാതെ ബേജാറായി. എന്താ പാറ്റിയെന്ന് മനസ്സിലാകുന്നില്ല. അതാ ബേജാറ്. ഓരോരുത്തർ കൈ കൊടുക്കുന്നതിന്റെ ഇടക്കെടുത്ത പണിയാ. ഞാൻ തൽക്കാലം പിരിവ് നിർത്തിയാൽ നമ്മളെ പാവപ്പെട്ട പ്രവർത്തകർ കടത്തിലായി പോകും. പിരിവ് എങ്ങനെയല്ലോ എടുത്തു കൊടുത്ത് വണ്ടി കയറി. എന്റെ ഉസ്താദ് പുല്ലുക്കർ ഉസ്താദാണ് എന്നെ ആദ്യമായിട്ട് വേദവരം വേണ്ടി സ്റ്റേജിൽ കയറ്റിയ ഉസ്താദ്. വലിയ മഹാനും വലിയും ഒരുപാട് കറാമത്തുകൾ കണ്ട ആളുമാണ്. ഉസ്താദിന്റെ പേര് ഫാത്തിഹോദി. എന്നിട്ട് ഞാൻ റബ്ബിനോട് ഇതായിരുന്നു, പഠിച്ചവനെ ആരാണ് പാറ്റിയത്, എന്താ പാറ്റിയെന്ന് മാത്രം മനസ്സിലാണോ, ഒന്നും പകരം ചെയ്യണ്ട, ഒന്നും മനസ്സിലാണോ, അത് നീ മനസ്സിലാക്കി തരണം എന്തായിരുന്നു. അങ്ങനെ അവിടെ ഒരു വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ കുട്ടികൾ വിളിച്ച്, ഉസ്താദേ ആളപ്പിടി കിട്ടിയത്. ഞാൻ ഒന്നും ചെയ്യരുതിന്. ഇല്ല, ഒന്നും ചെയ്യുന്നില്ല, ഞങ്ങൾ ഷട്ടറിന്റെ ഉള്ളിലിട്ട് പൂട്ടിയിട്ടുണ്ട്. മലപ്പുറക്കാരുടെ കുട്ടികളല്ലേ, ഞങ്ങൾ ഷട്ടറിന്റെ ഉള്ളിലിട്ട് പൂട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്തില്ല, ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, ഇവിടെ ഉണ്ട്. എന്താ പാറ്റിയെന്ന് ചോദിക്കാൻ എനിക്ക് അത് അറിയണ്ട്. നായ്ക്കുറിനെയാണ്. ഞങ്ങളാണ്ട് നായ്ക്കുറിനാണ് സാറിന് വല്ലാത്ത പോച്ചലുണ്ടാവും. സംഗതി ഒരു ളറും ചെയ്യില്ല, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നായ്ക്കുറിനെ ഇവിടെ പറയോ, നായ്ക്കുറിനെയാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞു സാരല്ല, അവനോട് ഇനി ഇങ്ങനത്തെ പണിയൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞ് ഞാൻ പോയി. 3-4 ദിവസം കൈവിട്ട് അവിടുന്ന് വലിയ വലിയ ആൾക്കാർ വിളിക്കുന്നു, ഉസ്താദെ അയാൾക്ക് നിങ്ങളിട്ട് വന്നിട്ടൊന്ന് പൊരുത്തപ്പെടിക്കേണ്ടിയിരുന്നു. കാരണം അത് പാറ്റിയാളൊരു തെരീക്കത്തിന്റെ ആളാ, സംഗതി മാഷ, സ്കൂള് മാഷ. അപ്പൊ നിങ്ങളുള്ള വെറുപ്പിന് നിങ്ങൾ ഈ രാജത്തരീക്കത്തിനെ പറഞ്ഞിട്ട് വെറുപ്പിന് പാറ്റിയതാണ്. പക്ഷെ ഇപ്പൊ ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചാല്, ഈ നായ്ക്കുറിനെ പാറ്റിയത് കൊണ്ട് എല്ലാവരും ഇപ്പൊ അയാളെ നായ്ക്കുറിനെ മാഷിനാ വിളിക്കുന്നത്. നായ്ക്കുറിനെ മാഷിനെ വിളിക്കുന്നതിന്റെ പുറമെ അവിടുത്തെ ഹൈന്ദവര് ഹിന്ദു മതക്കാര് പറയുന്നത് ഞങ്ങളെ കുട്ടികളെ ഇയാൾ പഠിപ്പിച്ചാൽ പറ്റൂല. കാരണം അങ്ങനെങ്ങാനും വന്നൊരു പണ്ഡിതൻ, അവരാശയിൽ ഞാൻ പറയുന്നത്, ഞാനൊരു വിദ്യാർത്ഥിയാണ്, പണ്ഡിതൻ അയാൾ വന്ന് പ്രസംഗിക്കുമ്പോ നായ്ക്കുറിനെ പാറ്റിയ മാഷി ഞങ്ങളെ കുട്ടികളെ പഠിപ്പിച്ചാൽ പൊരുത്തണ്ടാവില്ല. അവിടെ ഞങ്ങളെ കുട്ടികൾ ഇയാൾ പഠിപ്പിക്കേണ്ടാവില്ല, നാട്ടിലാകെ പ്രശ്നമാണ്. അവിടെ നിങ്ങളെടുത്ത് പൊരുത്തപ്പെടിക്കാൻ വരികയാണ്. ഞാൻ പറഞ്ഞു പൊരുത്തപ്പെടിക്കാൻ നിങ്ങൾ വരണ്ട, അതൊക്കെ നമ്മൾ നേരത്തെ അഡ്വാൻസ് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു.
നമുക്ക് അങ്ങനെ പൊരുത്തപ്പെടാത്ത പ്രശ്നമൊന്നുമില്ല. പൊരുത്തപ്പെട്ട് എല്ലാം പൊരുത്തപ്പെട്ട് കഴിഞ്ഞ് അല്ലെങ്കിൽ വേണ്ടാർ ഒന്നുമില്ല. എന്നാലും നാട്ടിലെ കാരണവന്മാരൊക്കെ കൂട്ടി വരികയാണ്. ഞാനങ്ങനെ നിർബന്ധം തന്നെ വെള്ളിയാഴ്ച ചൊവ്വാഴ്ചയാണ് ഞാൻ സിറാജുലുദ്ദീൻ ഉണ്ടാകുന്നത്. നേരത്തെ പൈസ കൊണ്ടുവരാൻ വേണ്ടി പിന്നെ കുറേ ആളുണ്ടാവും. കൂട്ടത്തിൽ അവരും വന്നോട്ടേന്ന് വന്ന് എന്നോട് സങ്കടമൊക്കെ പറഞ്ഞ് ഞാൻ കുറേ ഉപദേശിച്ച് വിട്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെയുണ്ട്, അനുഭവങ്ങൾ ഒരുപാട് അനുഭവമുണ്ട്. അപ്പോൾ പറയാൻ നേരമില്ല. വേറൊരു സ്ഥലത്ത് അതിനേക്കാളും വലിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ശംസിയ തരീഖത്തിനെതിരെ ഒരു സ്ഥലത്തുനിന്ന് ചോദ്യം ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞു കഴിഞ്ഞപ്പോ വലിയ കടുത്ത തോന്നിവാസികൾ ഇവര് വന്നെന്റെ സ്റ്റേജിങ് പറഞ്ഞ് ചോദ്യത്തിന്റെ മറുപടി ആയതുകൊണ്ട് നമ്മളെ സാഹസിലുള്ള ആൾക്കാർക്ക് ഏകദേശം പിരിഞ്ഞു പോയിട്ട് അവസാനം ദ്വാരം കഴിഞ്ഞതിന്റെ ശേഷം ചെയ്ത് ഈ ഒരൊറ്റ പൊതിയലും ഒറ്റപ്പാലത്തുനിന്നാ എന്നെങ്കിൽ പൊതിഞ്ഞ് സദസ്സും ഒക്കെ. പിന്നെ എനിക്ക് കാറും കൊണ്ട് പോകാനാവുന്നില്ല, ബേജാറായി. കാറ് കൊണ്ടുവന്നൊരു പലക്കുമൊക്കെ നിർത്തി ഞാൻ ഇവർ ചോദിച്ചൊക്കെ മറുപടി ഞാൻ പറഞ്ഞു. ഇവർ ചോദിക്കുന്ന വാദപ്രകാരത്തിലുണ്ടോ? ഞാൻ പറഞ്ഞു നിങ്ങൾ മുരീദന്മാരായിട്ടാ വാദപ്രകാരം? മുരീദന്മാർക്ക് വാദപ്രകാരത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്നല്ലേ തരീഖത്തിന്റെ നിയമം തന്നെ. നിങ്ങളെ ശൈഖ് വരുവോ നമുക്ക് ആലോചിക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞു. അത് മഹാനായ ഇമാം ഷാറാനി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കട്ടെ, ഇവര് പിന്നെ തോന്നിയാസാ പറയുന്നത്. അപ്പൊ കുറച്ച് കുട്ടികൾ വന്ന് SSFന്റെ കുട്ടികൾ വന്ന് കൈ ഇങ്ങനെ പിടിച്ച് ഞാൻ കാറിൽ പോയി കയറുന്നതിന് മുമ്പ് എൻ്റെ സ്റ്റേജ് വന്ന് എൻ്റെ അടുത്ത് 8 ബുക്കുണ്ട്. ഈ ബുക്കുകൾ പല മുജാഹിദിൻ്റെ ജമാഅത്തിൻ്റെ ഒക്കെ വായിച്ച് പറഞ്ഞതാ. ഈ ബുക്കെല്ലാം ഒരു കെട്ടാക്കിയിട്ട് എൻ്റെ അടുത്ത് ഒരാളങ്ങോട്ട് വാങ്ങി. ഞാൻ വിചാരിച്ച് സ്റ്റേജ് മെല്ലാണല്ലേ പ്രവർത്തനം വിചാരിച്ച് കൊടുത്തതാ. കാറിൽ പോയി ഓർക്കുമ്പോൾ എൻ്റെ ബുക്കും കെട്ടും കിട്ടുന്നില്ല. ഈ ബുക്കും കെട്ടും തന്നെ വലിയ തെളിവാ. അത് പോയി പോയാൽ പറ്റുമോ? ഞാനിങ്ങനെ ആരുമില്ല, ഞാൻ കാറിലിങ്ങനെ ഇരുന്ന് ഞാൻ പറഞ്ഞു എന്ത് വന്നാലും എൻ്റെ ബുക്ക് കിട്ടാണ്ട് ഞാൻ പോകില്ല. അപ്പോഴുണ്ട് ഒരു മെലിഞ്ഞ മനുഷ്യ, ഒരു വിദേശി വീടുകളത്തെ മനുഷ്യൻ വന്നിട്ട് കാറിൽ അസ്സലാമു അലൈക്കും, നിങ്ങൾ സേതാണ്, നിങ്ങളുടെ ആരാ, അത് അവിടെ വെച്ച് പോരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനവിടെ വെച്ചില്ല, എന്നോടാൾ വാങ്ങിയതാണ്, എന്നാ പിടിച്ചോന്ന് പറഞ്ഞു തന്നു. തന്നിട്ട് ഇയാൾ എന്താ ചെയ്തെന്നറിയോ? ഞാനും പറഞ്ഞു നിങ്ങളൊരു കാറിൽ ചോദിച്ചു. എനിക്ക് ഇയാളെ പേടിയായിരുന്നു. ഇയാൾ കയറണമെന്ന് പറയാനും കഴിഞ്ഞില്ല, കയറണമെന്ന് പറയാൻ കഴിഞ്ഞില്ല. തെവക്കലിനാളതാ കയറിക്കൊള്ളി തന്നെ വണ്ടി കയറി. അതുകൊണ്ടിപ്പോൾ നമ്മൾ ആൾക്കാരൊക്കെ പല സ്ഥലം പോയവർ എന്നെ വണ്ടിയൊക്കെ മടക്കി വന്ന് ജീപ്പും കാറൊക്കെ മടങ്ങി വന്നിട്ട് എന്താ ഞാൻ ഒന്നുമില്ല, ഞാൻ നാട്ടിലേക്ക് പോകണം. ഞാൻ പെരുന്നാൾ വേറൊരു പ്രശ്നം കഴിഞ്ഞിട്ട് വരിക മണ്ണാർക്കാട് ഭാഗത്തുനിന്ന്. ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചാൽ നിസ്കരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ നേരെ കുറ്റിയാടിക്ക് പോവാണ്. നല്ല ഭക്ഷണം കഴിഞ്ഞാൽ അവൻ ഭക്ഷണമൊക്കെ കഴിച്ചാൽ. അപ്പം ഈ വെറിഞ്ഞ മനുഷ്യനും ഭക്ഷണം കഴിച്ചിരിക്കുന്നു, നിസ്കരിക്കുകയും ചെയ്തില്ലേ? ആ എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇറങ്ങിക്കോളി, എനിക്കും വേണ്ട അയാൾ ഇറങ്ങില്ല, കാരണം എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല, ഇറങ്ങിക്കോളി. മൂപ്പര് ഇറങ്ങിപ്പോയതാ. പിന്നെ എന്നോട് അവർ ചോദിച്ചാൽ അയാളാരാ? ഞാൻ പറഞ്ഞു എനിക്കറിഞ്ഞൂടാ. സംഘാടകർ ഒട്ടാകെ തെരഞ്ഞിട്ട് ഇന്ന് വരെ പിന്നെ അയാളെ കണ്ടിട്ടില്ല. ആ ഒരു സംഭവം ഇന്ന് വരെ ഞാനും കണ്ടിട്ടില്ല, സംഘാടകന്റെ നാട്ടുകാരും കണ്ടില്ല. അന്ന് കണ്ടതാ, പിന്നെ കണ്ടില്ല. അപ്പോ അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ കാവല്. അതാണ് വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദ് വകാനല്ലാഹു അസീസൻ ഹകീമാ. അല്ലാഹുവിന് ആകാശങ്ങളിൽ സൈന്യങ്ങളുണ്ട്, ഭൂമിയിൽ സൈന്യങ്ങളുണ്ട്. അവനെല്ലാം അറിയുന്നവനും ഹിക്മത്തുള്ളവനുമാണ്, ഇസ്സത്തുള്ളവനും ഹിക്മത്തുള്ളവനുമാണ്. ആ റബ്ബിന്റെ മേൽ തവക്കുലാക്കിയിട്ടാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനം. അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കിയിട്ടാണ് നമ്മുടെ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം. അള്ളാഹുവേ, സാധുക്കളായ ഞങ്ങളിൽ നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. ഞങ്ങളെ ഈമാൻ സലാമത്താക്കണേ റഹ്മാനേ. ഞങ്ങളെ മുനാഫിഖീങ്ങളിൽ പെടുത്തരുത് റഹ്മാനേ. മുഅ്മിനീങ്ങൾ മുത്തഖീങ്ങളിൽ പെടുത്തണം റഹ്മാനേ.